Hello everyone, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ആൺപിള്ളേർക്കാണെങ്കിലും അതെ പെൺപിള്ളേർക്കാണെങ്കിലും അതെ. എന്താണെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ഓൾറെഡി തംബ്നെയിൽ ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? എന്നാലും ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ബിഫോർ ദാറ്റ് നിങ്ങളുടെ പുതിയതാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 3 ഓപ്ഷൻ കാണിക്കും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ മാത്രം എൻ്റെ എല്ലാ വീഡിയോ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വേണം കണ്ട് കിട്ടുള്ളൂ. സോ വീഡിയോ കാണാം. ഈ അൺവാണ്ടഡ് ഹെയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗേൾസിനെ പോലെ തന്നെ ബോയ്സിനെ അലട്ടുന്ന വലിയ പ്രശ്നമാണ്. ഒത്തിരി പേർക്ക് ഈ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ബോയ്സ് അടക്കം വാക്സ് ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അൺവാണ്ടഡ് ഹെയർസ് നമ്മുടെ കയ്യിലും കാലിലൊക്കെ അനാവശ്യമായിട്ട് വളർന്ന രോമം കാരണം ഒത്തിരി ബോയ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വാക്സ് ചെയ്യാൻ വേണ്ടി പാർലറിൽ പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പാർലറിൽ ചെയ്തവരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒത്തിരി പേര് അതിൻ്റെ ഒപ്പീനിയൻ ഉണ്ട് ചോദിച്ചവരുണ്ട്. ചെയ്യാമോ, ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തോട്ടെ, ഷേവ് ചെയ്ത് കളഞ്ഞോട്ടെന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി പേരുണ്ട്. സോ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഏതായാലും അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നേ ഒരു നല്ലൊരു എന്താ പറയുക, എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. സോ വാക്സ് ചെയ്യുന്നതും ഷേവ് ചെയ്യുന്നതും തമ്മിൽ എന്താണ് മെയിൻ ഡിഫറൻസ്? വാക്സ് ചെയ്യുമ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഈ രോമത്തിനെ മുഴുവനായിട്ട്, അതായത് അതിൻ്റെ വേരോടെ നമ്മൾ എടുത്ത് കളയുകയാണ്. എന്നാൽ നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രതലത്തിൽ മാത്രമല്ല, ഈ ഒരു സർഫസിൽ മാത്രമുള്ള സാധനത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ്. അതായത് പെട്ടെന്ന് തന്നെ അത് കിളിർത്ത് വരും. പക്ഷേ നമ്മൾ വാക്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഹെയർ റിമൂവർ സ്ട്രിപ്സൊക്കെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങ് വന്നോളും, ഉള്ളതേ വരും. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ഒന്ന് കുറയും. നമ്മൾ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ ഈ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കുറയും. അപ്പോൾ ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ഷേവിങ്ങും വാക്സിങ്ങും തമ്മിൽ ഡിഫറൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാനും പരിചയപ്പെടുത്താൻ, മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം ഇതാണ്, നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രോഡക്റ്റാണ്. മേ ബി നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, വീഡിയോ കാണുന്നതിൽ പലരും ഇത് ഉപയോഗിക്കുന്നതും ആയിരിക്കാം. സോ ഇന്നത്തെ എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീറ്റിൻ്റെ വാക്സ് സ്ട്രിപ്സ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ തന്നെ ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സ് ഇതിൻ്റെ റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ കുറച്ച് ലേറ്റായി പോയി എന്നുള്ളതേ ഉള്ളൂ. സോ ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ വീറ്റിൻ്റെ ഫുൾ ബോഡി വാക്സ് സ്ട്രിപ്സ്. ഓക്കെ, അതായത് റെഡി ടു യൂസ് ആണ്. ഒന്നുമില്ല, സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പെയിനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. മേ ബി എനിക്ക് തോന്നുന്നു ബോയ്സിന് കുറച്ച് പെയിൻ അനുഭവിക്കും, കാരണം അവർ ത്രെഡൊന്നും ചെയ്യാറില്ലല്ലോ. നമ്മൾ ഗേൾസിന് ത്രെഡൊക്കെ ചെയ്ത ഈ ഒരു എന്താ പറയുക, ഒരു സിംഗിൾ രോമൊക്കെ പോകുന്ന വേദന നമുക്കറിയുന്നതുകൊണ്ട് ഈ ഒരു വാക്സിങ് വേദന നമുക്ക് വലിയ വേദനയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ആക്ച്വലി എൻ്റെ ഇവിടെയൊക്കെ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് അണ്ടർആംസിൽ എടുത്തപ്പോഴേക്കും എനിക്ക് ശരിക്കും ഞാൻ സ്വർഗം കണ്ടു. അതുകൊണ്ട് ഒരു കയ്യിലെ അണ്ടർആംസിലെ മാത്രം എന്താ പറയുക ഹെയർസ് മാത്രം ഞാൻ കളഞ്ഞു. മറ്റേത് കളയാനുള്ള വേദനയും ധൈര്യവും എനിക്കില്ലാത്ത കാരണം അത് ഞാൻ കളഞ്ഞില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രിപ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് അലോവേരൻ ഗ്രീൻ ടീയുടെ ഒരു ബേസ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ പാക്ക് തുറക്കുമ്പോഴേക്കും നമുക്കിതിൽ 20 സ്ട്രിപ്സ് ഉണ്ട്. ഓക്കെ, 20 സ്ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 സ്ട്രിപ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 20 ആയിട്ട് കിട്ടും. സോ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്കിൽ ഒരു വാക്സ് ഇരിക്കുന്നത്? അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി നമ്മൾ ഡെമോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കൈയുടെ ഉള്ളിൽ ഇത് വെക്കുക. ദെൻ നന്നായിട്ടിത് റബ്ബ് ചെയ്യുക. നല്ലപോലെ ഇത് റബ്ബ് ചെയ്തിട്ട് 2 ഭാഗം. ഓക്കെ, അപ്പോൾ ഇതിനൊരു ചെറിയൊരു ചൂട് കിട്ടും. ഈ ചൂടോടെ വേണം നമ്മളിത് ഓപ്പൺ ചെയ്യാനായിട്ട്. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിൽ 2 സ്ട്രിപ്സ്, മനസ്സിലായില്ലേ? ഇതുപോലെ നമുക്ക് 2 സ്ട്രിപ്സ് കിട്ടും. നമുക്ക് ഫസ്റ്റ് ടൈമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് മെസ്സി ആവും, കാരണം ഇത് ഗമ്മാണ്, മീൻസ് അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് വൃത്തികേടായിട്ട് തോന്നാം. പക്ഷേ എന്നാലും നമുക്ക് ഇതിൻ്റെ ഈ ഒരു വാക്സിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് അവരിതിൽ റിമൂവൽ സ്ട്രിപ്സും കൂടെ ഉണ്ട്.
സോ ഇതാണ് ഇതിൻ്റെ റിമൂവൽ സ്ട്രിപ്പ്. അതായത് നമ്മളിപ്പോൾ ഈ ഗമ്മൊക്കെ നമ്മുടെ കയ്യിലാകുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് വെള്ളം കൊണ്ട് സോപ്പ് കൊണ്ടൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രിപ്സാണ് ഇതിൽ. എനിക്ക് തോന്നുന്നൊരു 3-4 സ്ട്രിപ്സ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ തോന്നി. കാരണം നമ്മൾ ഇത്രയും സ്ട്രിപ്പ് ഒരുമിച്ച് ഉപയോഗിക്കാൻ പോകുള്ളൂ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളതല്ല. കാരണം ഇപ്പോൾ തന്നെ ഞാനാകെ ഒരു 2-3 സ്ട്രിപ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിന് എനിക്ക് ഏകദേശം ഇതിലുള്ള മുഴുവൻ സ്ട്രിപ്സും ഇനി 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ വെക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ നമുക്കിതിലൊരു യൂസർ മാനുവലും കൂടെ ഉണ്ട്. അത് നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ ശ്രദ്ധിക്കണം, അത് ഒത്തിരി ലാംഗ്വേജിലുണ്ട്. മലയാളം, തമിഴ്, അതുപോലെ തന്നെ ഹിന്ദി, ഉറുദു, അങ്ങനെ ഒത്തിരി ലാംഗ്വേജിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. ഇനി ഇത് വായിക്കാനുള്ള ക്ഷമയില്ലെങ്കിൽ നമുക്ക് വീഡിയോസ് ഒത്തിരി കിടക്കാറ്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഒക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വാങ്ങിച്ചത്, ഞാൻ പറഞ്ഞത് 20 സ്ട്രിപ്സ് ഉള്ളൊരു സാധനമാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 235 റുപ്പീസാണ്. നമ്മൾ സാധാരണ ഒരു പാർലറിലൊക്കെ പോയി വാക്സ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി മോർ ദാൻ 1000 റുപ്പീസ് ആകും. അപ്പോൾ അതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചീപ്പുമാണ്. എന്നാൽ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടും. കാരണം ഇതൊന്ന് യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ഹോട്ട് വാക്സ് നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എനിക്ക് എന്തായാലും ഈ സാധനം ഇഷ്ടപ്പെട്ടു. അത്രയും നമ്മൾ വിചാരിക്കുന്ന അത്രയും പെയിൻഫുൾ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും ഇത് ഒരു മസ്റ്റ് ബൈ ഐറ്റംസിൻ്റെ കാർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബിഫോർ ദാറ്റ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസും കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ബൈ.